ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വയനാട് ഒരുപാട് മനുഷ്യ മനസാക്ഷികളുടെ മനുഷ്യത്വം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ 6 ദിവസം. ഉറ്റവരെയും ഉടയവരെയും വീടും കൂടും സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുടെ ജീവനും ജീവിതവും സ്വപ്നങ്ങളുമൊക്കെ പടുത്തുയർത്താൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന വലിയ ഒരു സന്ദേശമായിരുന്നു ഈ കേരളക്കര ആ ദുരിത ബാധിതർക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ അവരതിനെ അതിജീവിക്കുമെന്ന് ഏതാണ്ട് നമുക്ക് മനസ്സിലായി. എല്ലാവരും ഒരുമിച്ച് നിന്നു. ഇപ്പോഴിതാ ഒഴിഞ്ഞു കിടക്കുന്ന പ്രവാസികളുടെ വീടുകൾ അവർക്ക് ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറയുന്നു. അവര് വീട് വെക്കുന്നത് വരെ താമസിച്ചോട്ടെ എന്ന് പറയുന്നു. ഇപ്പൊ എൻ്റെ ഗൾഫിലുള്ള ഒരു സുഹൃത്തുണ്ട്, എക്സ് മുസ്ലിമാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് അരീക്കോടാണ്, 6 എണ്ണമുണ്ട്. മതേതരത്വമാണല്ലോ നമുക്ക് പ്രധാനം. മിക്സഡ് ആയിട്ട് ഏതു മതവിശ്വാസികൾ വേണമെങ്കിലും വന്ന് താമസിച്ചോട്ടെ, നമുക്ക് പ്രശ്നമില്ല. നമുക്ക് മതവിശ്വാസികളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് മതവിശ്വാസികൾ മതമില്ലാത്തവരെ അകറ്റി നിർത്തുന്നത് പോലെ ഒരവസ്ഥ മതമില്ലാത്തവർക്കില്ല. മതരഹിതരുടെ മാനസികാവസ്ഥ എല്ലാവരെയും ഒന്നുപോലെ സ്വീകരിക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടാണ്. പക്ഷേ എല്ലാ മതവിശ്വാസികൾക്കും അങ്ങനെയല്ല. ഇവര് മതമില്ലാത്തവരാണ്. സുരേഷ് ഗോപി വരെ മതമില്ലാത്തവരെ തള്ളിപ്പറഞ്ഞത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ മതമില്ലാത്ത ആളുകളെ എൻ്റെ അതേ വിശ്വാസം എന്തുകൊണ്ട് അവൻ സ്വീകരിക്കുന്നില്ല എന്നുള്ള രൂപത്തിലാണ് മറ്റുള്ളവർ കാണുന്നത്. അങ്ങനെ ആ രൂപത്തിൽ വെറുക്കാനും അകറ്റി നിർത്താനും അവരോട് അമർഷം രേഖപ്പെടുത്താനും ഒക്കെ ആളുകൾ പരിശ്രമിക്കുന്നു. കുഴപ്പമില്ല, ഓരോരുത്തരും പഠിക്കുന്ന സംസ്കാരത്തിനനുസരിച്ചിട്ടല്ലേ ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ പറ്റും. ഇന്നലെ ഒരാള് ലൈവ് ചാറ്റിൽ വന്നിട്ട് ആ ദുരന്തത്തില് നിന്റെ 2 മക്കളും പോയില്ലല്ലോ, ഇവരുടെയൊക്കെ മാനസികാവസ്ഥ കണ്ടില്ലേ. അപ്പൊ ഇത്തരക്കാരുടെ മുമ്പില് ഞാനൊക്കെ വന്നു പെട്ടാലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ താമസിക്കുന്നിടത്തായി, ഞാനിപ്പോ സപ്പോസ് വയനാട്ടിലായിരുന്നു താമസിച്ചിരുന്നതെങ്കിൽ ഇവരെന്തു പറയുമായിരുന്നു? അള്ളാഹുവിനെ വിമർശിച്ച ജാമിദ താമസിച്ച ഏരിയ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയില്ല. ഇപ്പതാ ഏതോ കുറച്ച് കുട്ടികളുടെ വിക്രസ് നമുക്കറിയുന്നതല്ലേ. കുട്ടികൾ പ്രാർത്ഥിച്ചു, മഴ പെയ്യണേ, സ്കൂളും മദ്രസയും ഒക്കെ പൂട്ടണേ. അത് അള്ളാഹു സ്വീകരിച്ചത് കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത് എന്ന് പറയുന്ന ചില ദുരന്ത മലരുകളായ ഉസ്താദുമാർ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടപ്പുണ്ട്. ഈ കുട്ടികൾ പ്രാർത്ഥിച്ച ഉടനെ തന്നെ ഒരു നാടിനെ മുച്ചൂടും മുടിപ്പിക്കാൻ അത്രയ്ക്ക് കാരുണ്യവാനായിരുന്നു നിങ്ങളുടെ പടച്ചോൻ. നിങ്ങളുടെ പടച്ചോന്റെ കാരുണ്യം ലോകം മൊത്തം വിശാലമാണല്ലോ. ശരി, നടക്കട്ടെ, ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ആകെ ഒരു സമാധാനം. അപ്പോൾ എൻ്റെ സുഹൃത്ത് മാസം അവരെല്ലാവരും കൂടി ചേർന്ന് ഈ 6 കുടുംബങ്ങളെ അധിവസിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഫ്ലാറ്റില് 25,000 രൂപ വെച്ചിട്ട് മാസം അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ചെലവും കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സന്നദ്ധരായി പലരും വന്നിട്ടുണ്ട്. ഏതാണ്ട് വേക്കൻസികളൊക്കെ ഫില്ലായതുപോലെ തന്നെയാണ്. ഒരുപാട് പേര് സമീപിച്ചിരിക്കുന്നു. അവർക്കൊക്കെ കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്നത് പോലെ, നീ എന്താണ് വയനാട്ടിൽ പോയി മുങ്ങി പിന്നെ മയ്യത്തുകളെയൊക്കെ പുറത്തെടുക്കാത്തത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നു, കാലിൽ ചെളി പുരളും എന്ന് കരുതിയാണോ വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്തത് എന്നൊക്കെ ചോദിക്കുന്നു. അവിടെ സന്നദ്ധരായി സജീവമായി ഈ വിഷയത്തിൽ പരിശീലനം ലഭിച്ച സൈനികരുണ്ട്. ആ നാടിനെ കുറിച്ചറിയുന്ന, ആ നാടിന്റെ മണ്ണിന്റെ മണമറിയുന്ന ആളുകൾ ഒപ്പമുണ്ട്. അതിനുവേണ്ടി നിയുക്തരായ ആളുകൾ എമ്പാടുമുണ്ട്. അതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണമായിരുന്നു? ചണത്തിൽ കെട്ടി താഴെ ഇറങ്ങണമായിരുന്നു. അതൊക്കെ വെറുതെ ഓരോരുത്തർ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോ നമുക്കറിയാം, ഒരുപാട് ആളുകൾ കോടിക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീടുകളും ആളുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വീട് നൽകാം, അവർക്ക് പ്ലേറ്റും ഗ്ലാസും വേണോ, ടൊവീനോ, അങ്ങനെ ഓരോരുത്തരും എടുത്തു പറയാൻ പറ്റില്ല. ഒരുപാട് ആളുകൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണത്തിനും വസ്ത്രത്തിനും താമസ സൗകര്യത്തിനും ഇനി പുനരധിവാസത്തിനും അതുവരെയുള്ള ഇവരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾക്കും താമസങ്ങൾക്കും എല്ലാത്തിനും വേണ്ടുന്ന ഒരുപാട് സൗകര്യങ്ങൾ സന്നദ്ധരായ ജനങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലത്.
മരണസംഖ്യ 366 എന്ന് പറയുന്നു. ചൂരൽമലയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്ത് മരണസംഖ്യ 353 എന്ന് പറയുന്നു. കണക്കുകൾ വ്യക്തമല്ല. ശരി, പിന്നീട് മരിച്ചവരുടെ കണക്കുകൾ വ്യക്തമായി വരുമായിരിക്കും. അതിലെന്തെങ്കിലും ഒന്നോ രണ്ടോ ഏറ്റക്കുറച്ചിലുണ്ടായത് കൊണ്ട് നമ്മുടെ തലയൊന്നും പോകത്തില്ലല്ലോ. ഉരുൾപൊട്ടൽ മേഖലകളിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 6ാം ദിവസമായ ഇന്നും അതീവ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ, അർപ്പണബോധത്തോടുകൂടി പുരോഗമിക്കുകയാണ്. ചൂരൽമലയിൽ നിന്ന് ഇന്നിപ്പോൾ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തിട്ടുണ്ട്. ഉറ്റവരും ഉടയവരും മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ? മരിച്ചെങ്കിൽ അവരുടെ ബോഡി എവിടെ? സംസ്കരിക്കാൻ ഒരു ഇടമില്ല. മൃതദേഹം കൊണ്ടുവയ്ക്കാൻ ഒരു വീടില്ല. വീട് കിടന്ന സ്ഥലങ്ങളൊക്കെ വെറും തരിശു ഭൂമിയായി, വെള്ളക്കെട്ടുകളായി, പാറക്കഷ്ണങ്ങളായി, ചെളിയായി മാറിയിരിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും താങ്ങാനാകുന്നതല്ല. ഒരു ജീവിതം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയത് മനുഷ്യൻ വീടിന്റെ അഭിത്തി ഒന്ന് ശരിയാക്കി, അടുക്കളയൊന്ന് ഡെവലപ്പാക്കി, ഒരു ബാത്റൂം എടുത്ത്, റൂം ഒന്ന് തേച്ച്, ഇങ്ങനെ ക്രമേണ നമ്മൾ ആരും വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊക്കെ തന്നെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാക്കിയ വീട് കിടന്നിടത്തൊരു കൂട പോലും ഇല്ല എന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് അവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നത്. ഇപ്പോ ചൂരൽമല അങ്ങാടിയിൽ നിന്നാണ് ജീർണിച്ച നിലയിലുള്ള ഒരു മൃതദേഹം ഇന്ന് കണ്ടെത്തിയത്. ദുരന്തത്തിൽ ഇതുവരെ 353 പേര് മരിച്ചു എന്നാണ് അനൗദ്യോഗികമായ വിവരം. ന്യൂസിലൊക്കെ കാണിക്കുന്നത് 366 എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ കണക്കിലെ വേരിയേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. 219 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 205 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് കണക്കുകൾ. ചാലിയാറിൽ നിന്ന് ശനിയാഴ്ച ആകെ 12 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 2 മൃതദേഹങ്ങൾ ചൂരൽമലയിൽ നിന്ന് കണ്ടെടുത്തതടക്കം ശനിയാഴ്ച മാത്രം 14 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലാണ് ഞായറാഴ്ച ഇന്ന് പ്രധാനമായും തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 7ഓളം പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ദൗത്യ സംഘത്തിന്റെ പരിശോധന തുടരുന്നത്. ചൂരൽമല, അവിടെ ഒരു സ്കൂളുണ്ട്, അത് കേന്ദ്രീകരിച്ച്, അതുപോലെ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരങ്ങളിലൊക്കെയാണ് കൂടുതലായും തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇന്ന് പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. പുഴയുടെ 2 വശത്തും കരയിലും ബെയിലി പാലത്തിന് താഴെയുമാണ് ഇന്നത്തെ സജീവമായ തെരച്ചിൽ നടക്കുന്നത്. പ്രദേശത്ത് രാവിലെ കനത്ത മഴ പെയ്തിരുന്നെങ്കിലും നിലവിൽ പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ ഇന്ന് ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്താൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റഡാർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയും പുരോഗമിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ശനിയാഴ്ച വ്യോമമാർഗമാണ് ഡ്രോണിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന റഡാർ എത്തിക്കാൻ കഴിഞ്ഞത്. മണ്ണിനടിയിൽ മനുഷ്യ ശരീരം ഉൾപ്പെടെ ഉണ്ടോ എന്ന് കണ്ടെത്തുന്ന അത്യാധുനികമായ ഉപകരണമാണിത് എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകൾ കേരളത്തിന്റെ വേദനയിൽ പങ്കുചേരുമ്പോൾ അതിൽ കലാകായിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത് അത്ര പ്രശസ്തമല്ലാത്ത ആളുകൾ എന്നിങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുകയാണ്. ഫോണ് കൊടുക്കാൻ ആള്, വസ്ത്രം കൊടുക്കാൻ ആള്, അവർക്ക് ആവശ്യമായ മെഡിസിനുകൾ എത്തിച്ചു കൊടുക്കാൻ, പഠന സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യാൻ, ആ കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ, എന്തിനേറെ മുല കുടിക്കുന്ന കുട്ടികൾക്ക് മാതാവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനടക്കം നല്ലവരായ മനസാക്ഷിയുള്ള മനുഷ്യർ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ തങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള സേവനം ആ നാടിന് അനിവാര്യമാണെങ്കിൽ അത് ഞങ്ങൾ ചെയ്യാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞു. ഇന്നലെ ഒരു ലൈവ് കണ്ടു. ഒരു സ്ത്രീ, എൻ്റെ കയ്യിലുള്ളത് കുറച്ച് സോപ്പും പേസ്റ്റുമാണ്, ആരെങ്കിലും അങ്ങോട്ട് പോകുന്നെങ്കിൽ ഒന്ന് പറയണേ, എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്, എന്നെ കൊണ്ട് അതേ ചെയ്യാൻ കഴിയും. അതാണ് കുത്തുപിടിച്ചാൽ മലയും പോരും എന്നതുപോലെ ഓരോ മനുഷ്യനും തങ്ങളാൽ കഴിയുന്ന വിധം, ഒരു പക്ഷേ നമുക്ക് കോടികളൊന്നും കൊടുക്കാൻ കഴിയില്ല, ലക്ഷങ്ങളൊന്നും കൊടുക്കാൻ കഴിയില്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന സേവനം അവർക്ക് തരപ്പെടുത്തി കൊടുക്കാനെങ്കിലും നമ്മളാൽ കഴിയുന്നുണ്ടല്ലോ. വയനാട് ദുരന്തം അതിജീവിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് UDF MLA മാർ,
1 മാസത്തെ ശമ്പളം നൽകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ നിധിയുടെ കാര്യത്തിൽ UDF-ന് അഭിപ്രായ വ്യത്യാസമില്ലെന്നും എന്നാൽ ഈ പണം വയനാടിനു മാത്രമായി ചെലവഴിച്ച് സുതാര്യത ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പണം നൽകിയവർക്ക് അഖിൽമാരാര് പറഞ്ഞതുപോലെ കണക്ക് കൊടുക്കണമെന്ന്. അവർക്ക് വേണ്ടത് കണക്കുകളാണ്. അതിന് സുതാര്യത ഉറപ്പുവരുത്തണം. ഇത് ഞങ്ങൾ അങ്ങനെ ഉറപ്പുവരുത്തും, അങ്ങനെ ഇന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കൂ എന്നൊരു മുഖ്യമന്ത്രിക്ക് വീണ്ടും 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 തറപ്പിച്ച് പറയേണ്ടി വരുന്നത് ഒരുതരം ഗതികേട് തന്നെയാണ്. അതല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ വയനാടിന്റെ പുനർനിർമ്മാണത്തിന് UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനിയിപ്പോ വയനാട് തന്നെ അല്ലല്ലോ ഇവർക്ക് പുനരധിവാസത്തിനുള്ള കേന്ദ്രങ്ങൾ ഒരുക്കേണ്ടത്. കാരണം അവിടെ ഇനിയും ഇതുപോലെ ഒരു ദുരന്തം വന്നുകൂടായികയില്ലല്ലോ. അതുകൊണ്ട് ഇനിയും ഇവർക്ക് ഈ രൂപത്തിൽ ഒരു കണ്ണീരണിഞ്ഞ ജീവിതം, ഒരു ഓർമ്മകൾ സമ്മാനിക്കാത്ത ഇടങ്ങളിലാണ് അവർക്ക് ഇനിയും ഒരു പുനരധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടവർ ശ്രദ്ധിച്ചു കൊടുക്കേണ്ടത്. ഭാവി കാലഘട്ടങ്ങളിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് ആലോചിക്കേണ്ടത്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ഇത്തരം അപകടങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് കേരയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികളെ ജനങ്ങൾ എതിർക്കാൻ കാരണം ജനങ്ങൾക്കറിയാമായിരുന്നു എന്താണ് ഇനിയും സമീപകാലത്ത് കേരളം അനുഭവിക്കേണ്ടി വരുന്നത്. റെയിൽവേയുടെ 2 അറ്റങ്ങളിലും താമസിക്കുന്ന ആളുകൾ ഏത് രൂപത്തിലായിരിക്കും ഇനിയും വലിയ ദുരന്തങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളിനെ നല്ലൊരു വിഭാഗം ആളുകൾ എതിർക്കാൻ കാരണം. വയനാട് ദുരന്തത്തിൽ പലപ്പോഴും രാഷ്ട്രീയം വില്ലനായി കടന്നു വരുന്നുണ്ട്. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയം ഉണ്ടാകൂ. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ മതമോ രാഷ്ട്രീയമോ വിഭാഗീയതയോ വിദ്വേഷമോ കലർത്തേണ്ടുന്ന സമയമല്ല. ദേശീയ ദുരന്തമായി ഇതുവരെ ഈ ദുരന്തത്തെ പ്രഖ്യാപിച്ചിട്ടില്ല. MP-മാരുൾപ്പെടെ രാജ്യസഭയിലും ലോകസഭയിലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നമ്മൾ ലൈവായി കണ്ടതാണ്. സംസ്ഥാന സർക്കാരിനെ വിമർശിക്കേണ്ടുന്ന സമയമല്ല ഇത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില വസ്തുതകൾ അപ്പോഴേ പറയാൻ പറ്റൂ. അപ്പോ പറഞ്ഞാലേ എറിക്കൂ. ദുരിതാശ്വാസ നിധി കൂടുതൽ സുതാര്യമാക്കണം. അത് ജനങ്ങളുടെ ആവശ്യമാണ്. കണക്കുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് വ്യക്തത വരുത്തിയാൽ പ്രശ്നങ്ങൾ കൈമാറുമെന്ന് വി ഡി സതീശൻ മാത്രമല്ല കേരളം മുഴുവനും ഒറ്റ വാക്കിൽ പറയുകയാണ്. കോൺഗ്രസ് 100 വീടുകളാണ് ഇവർക്ക് നിർമ്മിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്നത്. സർക്കാർ ഭൂമി നൽകിയാൽ അതിൽ വീട് വെക്കും. എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതുപോലെ CMDRF-നെതിരെ കോൺഗ്രസ് നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തുന്നില്ല എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം അയച്ചോ കുഴപ്പമില്ല, പക്ഷെ അതിനൊരു സുതാര്യത വേണം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. ഇതിന് പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ രൂപത്തിൽ അനുഭവസ്ഥരായ ആളുകൾ ചില പത്ര കട്ടിങ്ങുകളും മുൻകാലത്തെ അനുഭവങ്ങളും പങ്കുവച്ച് അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ അവർ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. അവരിലൊക്കെ ഒരുപാട് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയതിന് സംസ്ഥാനത്ത് ഇതുവരെ 39ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 39 ആയിരിക്കില്ലെന്ന് നമുക്കറിയാം, അതിനേക്കാളേറെയുണ്ട്. ഇപ്പോ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതിനകത്ത് മതവും രാഷ്ട്രീയവും സംഘടനയും ഒക്കെ കടന്നു വരുന്നത് എന്നത് നമ്മൾ ആലോചിക്കണം. ഈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകർക്കുൾപ്പെടെ സൗജന്യമായി ഭക്ഷണം വിളമ്പുന്നതിനു വേണ്ടി നാദാപുരം നരിപ്പറ്റയിൽ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് നടത്തി വന്ന ഊട്ടുപുര പൂട്ടിച്ച സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു വരികയാണ് സമൂഹ മാധ്യമങ്ങളിൽ. സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി ആൾക്കാരാണ് സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സേവന സന്നദ്ധരായ മനുഷ്യ സ്നേഹികളുടെ മനസ്സിനെ ഇടിച്ചുകൊണ്ടാകരുത്
ഒരു തീരുമാനവും നടപ്പിലാക്കേണ്ടത് എന്ന് മാധ്യമപ്രവർത്തക KK ഷാഹിനയുടെ റിപ്പോർട്ട്. പോലീസും ആർമിയും വളണ്ടിയർമാരും അടക്കം നൂറുകണക്കിന് പേരാണ് അവിടെ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു നിർദ്ദേശം വന്നത് എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ തുടർന്നങ്ങോട്ട് ഭക്ഷണ വിതരണം ജില്ലാ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ മതി എന്ന തീരുമാനമാകാം. അതിൽ തെറ്റില്ല. പക്ഷേ സേവന സന്നദ്ധരായ മനുഷ്യരുടെ മനസ്സിടിച്ചുകൊണ്ടാകരുത് ഒരു തീരുമാനവും നടപ്പിലാക്കേണ്ടത്. രാഷ്ട്രീയമില്ല, മതമില്ല, ഇതിനൊക്കെ അതീതമായി എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിൽക്കേണ്ടുന്ന സമയമാണിത്. ഇനിയും അതിക്രമിച്ചിട്ടില്ല. അവരുടെ ഭക്ഷണ വിതരണ സംവിധാനത്തെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന് ഭക്ഷണ വിതരണ ചുമതല ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്? നമുക്കൊരു തെറ്റ് സംഭവിച്ചാൽ മാനുഷികമാണ്. ആ തെറ്റാണ് എന്ന് അറിയുന്ന നിമിഷം തന്നെ അതിനെ തിരുത്താൻ തയ്യാറാവുക. ആരൊക്കെയാണോ അവിടെ ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും രക്ഷാപ്രവർത്തകർക്കും ഏതെങ്കിലും രൂപത്തിൽ ഒരു ഗ്ലാസ് വെള്ളമായോ ഒരു തോർത്തായോ സഹായിക്കാൻ സന്നദ്ധരാകുന്നത്, അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടും അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടും അവരെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടുമായിരിക്കരുത് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. കാരണം ഇതുവരേക്കും അവരുടെ സേവനം ആ മണ്ണിൽ ഒരുപാട് ആളുകൾക്ക് ലഭിച്ചു കഴിഞ്ഞതാണ്. സർക്കാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. ഊട്ടുപുര ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദുരിതബാധിത പ്രദേശത്തും പരിസരത്തുമുള്ള ഒരാള് പോലും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ പേർക്ക് സൗജന്യമായി നൽകിയ ഭക്ഷണ വിതരണം നിർത്തിവെച്ചത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തമാണ് എന്ന് PK ഫിറോസ് പറഞ്ഞു. 4 ദിവസം വിശ്രമമില്ലാതെ സേവനം ചെയ്തവരെ ആക്ഷേപിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണ്. ഇതിന് സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ എന്ന് PK ഫിറോസ് വ്യക്തമാക്കി. ഇന്ത്യയിൽ പേരൊരു പ്രശ്നമാണ്. പഴയിടത്തെ വീട്ടിൽ പോയി ആശ്വസിപ്പിച്ച നന്മയുള്ള കേരളത്തിൽ ഇതും ഇതിലപ്പുറവും നടക്കും. സാമൂഹിക പ്രവർത്തക മൃദുലാദേവി കുറിച്ചതാണ്. ഊട്ടുപുര പൂട്ടിച്ച വാർത്തകൾക്കു താഴെയും നിരവധി പേരാണ് സർക്കാരിന്റെ ഈ രൂക്ഷമായ നിലപാടിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഊട്ടുപുര പൂട്ടാൻ സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് DIG സംഘാടകരോട് ആവശ്യപ്പെട്ടത്. DIG തോംസൺ ജോസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഊട്ടുപുരയുടെ സേവനം അവസാനിപ്പിക്കേണ്ടി വന്നത് എന്ന് വൈറ്റ് ഗാർഡ് അറിയിക്കുന്നു. സർക്കാർ തീരുമാനമാണ് എന്നാണ് DIG അറിയിച്ചതെന്നും സംഘാടകർ പറഞ്ഞു. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ, സൈനികർ, പോലീസുകാർ, വളണ്ടിയർമാർ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം വളരെ കൃത്യമായി എത്തിച്ചു വന്നുകൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദ്രുതഗതിയിലുള്ള തീരുമാനങ്ങൾ നടക്കുന്നത്? ഇതിനെയൊക്കെ ശക്തമായി ഇന്ന് ജനങ്ങൾ അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അവരുടെ കയ്യിലുള്ള മീഡിയകൾ വഴി അവർ പ്രതിരോധിക്കുകയാണ്, അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്കും വളണ്ടിയർമാർക്കും പോലീസുകാർക്കും സൈനികർക്കും സന്നദ്ധ പ്രവർത്തകർക്കും മൃതദേഹം തിരയുന്ന ബന്ധുക്കൾക്കടക്കം വാർത്താ മാധ്യമങ്ങൾ വരെയുണ്ട് അതിനകത്ത്. അവർക്കൊക്കെ 4 ദിവസം ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്തിരുന്ന ഊട്ടുപുരയാണ് സർക്കാരിന്റെ പെട്ടെന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് പൂട്ടേണ്ടി വന്നത്. അതേസമയം ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യാൻ സർക്കാർ നേരിട്ട് സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഫുഡ് സേഫ്റ്റി ഓഫീസർ കൃത്യമായ പരിശോധന നടത്തിയിട്ടാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതെന്നുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ പറയാറില്ലേ, അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നതുപോലെ ഓരോ മനുഷ്യനും അവനവനെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ സഹജീവിയെ സ്നേഹിക്കാനും അവരെ ഒരുമിച്ച് കൂട്ടി ചേർത്ത് പിടിക്കാനും തയ്യാറാവുകയാണ്. ഇപ്പോൾ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 6ാം ദിവസമായ ഇന്നീ ഞായറാഴ്ച കാണാതായ ആളുകൾക്കു വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കി സൈന്യം മുന്നോട്ട് പോകുന്നു. NDRF ഉണ്ട്, കൂടെ പോലീസ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, റവന്യൂ വകുപ്പുണ്ട്, കോസ്റ്റ് ഗാർഡ് അടക്കം ആ നാട്ടിലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളും ഇതിനകത്തുണ്ട്. വിവിധ സേനകളിലുള്ള ആളുകളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഉൾപ്പെടെ 1200-ലധികം ആളുകളാണ് ഇന്ന് ആ മണ്ണിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ തെരച്ചിലിൽ ഏർപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി
തെരച്ചിൽ മേഖല 6 വിഭാഗങ്ങളായി തിരിച്ച് 6 മേഖലകളിലായി 40 ടീമുകളായിട്ട് തന്നെയാണ് ഇന്നും തിരച്ചിൽ തുടരുന്നത്. ദുരന്തത്തിൽ കാണാതായ ആളുകളുടെ ബന്ധുക്കളെ കൂടി ഇന്ന് തിരച്ചിൽ സംഘങ്ങൾക്കൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാതായവരുടെ അവര് ഉണ്ടായിരുന്ന സ്ഥലത്തെക്കുറിച്ചും തകർന്ന വീടുകളെക്കുറിച്ചും കൂടുതൽ അറിയുന്നത് അവരുടെ ബന്ധുക്കൾക്കായിരിക്കും. അതുകൊണ്ടാണ് അവരെ കൂടെ കൂട്ടിയത്. ദുരന്ത മേഖലയിൽ തിരച്ചിലിനെത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപകട സാധ്യത കൂടുതൽ ഉൾപ്പെടെ കണക്കിലെടുത്ത് സന്നദ്ധ പ്രവർത്തകരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയാണ് തെരച്ചിലിനായി സന്നദ്ധ പ്രവർത്തകരെ കടത്തിവിടുന്നത് പോലും. ദുരന്തത്തിൽപ്പെട്ട 206 പേരെ ഇനിയും കണ്ടെത്താൻ ബാക്കിയുണ്ട്. മണ്ണിനടിയിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന നിഗമനത്തിലാണ് ദൗത്യ സംഘം. തിരച്ചിലിനായി കൂടുതൽ ഉപകരണങ്ങൾ ദുരന്ത ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മണ്ണിനടിയിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഐബോർഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോൺ പരിശോധന ഇന്നും തുടരുന്നുണ്ട്. കൂടുതൽ റഡാറുകൾ ഇന്ന് തിരച്ചിലിന് ഉപയോഗിക്കുന്നുമുണ്ട്. ഒരു സേവർ റഡാറും 4 റെക്കോ റഡാറുകളും ഇതിനായി ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ചാലിയാർ കേന്ദ്രീകരിച്ചും തെരച്ചിൽ തുടരുന്നു. ചാലിയാർ ഒഴുകുന്ന വഴിയെ നിലമ്പൂരിൽ നിന്ന് ചൂരൽമലയിലേക്ക് പുഴ കേന്ദ്രീകരിച്ചും വനം കേന്ദ്രീകരിച്ചുമാണ് തിരച്ചിൽ സംഘം ചൂരൽമലയ്ക്ക് തൊട്ടു താഴെ അട്ടമല വരെ എത്തിയിട്ടുണ്ട്. യന്ത്രങ്ങൾ ഘടിപ്പിച്ച വലിയ വഞ്ചികളും ബോട്ടുകളും ഉപയോഗിച്ചാണ് പുഴയിലെ തിരച്ചിൽ തുടരുന്നത്. പോലീസിന്റെ ഹെലികോപ്റ്ററും ഡ്രോണുകളും ഉപയോഗിച്ച് സമാന്തരമായി മറ്റൊരു തെരച്ചിലും നടക്കുന്നുണ്ട്. ഇന്നും തെരച്ചിൽ സംഘത്തിന് ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നറിയുന്നു. ഇന്നലെ 3 മൃതദേഹവും 13 ശരീരഭാഗങ്ങളും കണ്ടെടുത്തിരുന്നു. ചാലിയാറിലെ തിരച്ചിൽ തിങ്കളാഴ്ചയോടെ അവസാനിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 357 എന്നാണ്. അതും അനൗദ്യോഗിക കണക്ക് തന്നെയാണ്. 219 മൃതദേഹങ്ങളുടെയും 154 ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. 135 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. 70 മൃതദേഹങ്ങളും 122 ശരീരഭാഗങ്ങളും ഇനിയും തിരിച്ചറിയാൻ ബാക്കിയുണ്ട്. ഇത് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണം, ഇന്നലെ വരെ ഒരുമിച്ച് ഒരു വീട്ടിലുണ്ടായിരുന്ന സഹോദരങ്ങൾ, കുടുംബക്കാർ, മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ, അയൽക്കാർ, അടുത്തതും അകന്നതുമായ കുടുംബ ബന്ധങ്ങൾ നേരം പുലർന്നപ്പോൾ, ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ അവരുടെ കൈ കിട്ടുന്നു, കാല് കിട്ടുന്നു, ഉടല് കിട്ടുന്നു, തല കിട്ടുന്നു. നമ്മുടെ ഉറ്റവര് തന്നെയാണ് അത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി പോകുന്ന മനുഷ്യന്റെ ചങ്ക് കലങ്ങുന്ന വേദന നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടതൊന്നും വീണ്ടെടുക്കാൻ കഴിയില്ല. എന്നാലും പുതിയ ഒരു ജീവിതം അവർക്ക് സമ്മാനിക്കാൻ കേരളത്തിന് കഴിയും. ഈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘടിപ്പിച്ച എന്നാട് വയനാട് ലൈവത്തോണിൽ മലയാള സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. നടി മഞ്ജു വാര്യർ, ഫഹദ് ഫാസില്, KS ചിത്ര, ആസിഫ് അലി, ബേസിൽ തോമസ്, ഇങ്ങനെ ഒരുപാട് പ്രമുഖർ എന്നാട് വയനാട് എന്ന ലൈവത്തോണിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഈ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് അവർക്ക് പുതിയ ഒരു മുഖം നൽകാൻ, പുതിയ ഒരു ജീവിതം നൽകാൻ ഉൾപ്പെടെ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് എല്ലാ കലാകായിക പൊതു രംഗത്തെ ആളുകളും പ്രഗത്ഭരല്ലാത്ത ആളുകളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോ എന്നാട് വയനാട് ലൈവത്തോണില് ഒരുപാട് ആളുകൾ സന്നദ്ധ സഹായവുമായി എത്തിയിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ പ്രദേശത്തെ ഒരു വാർത്തയായിട്ടോ വയനാട്ടിൽ സംഭവിച്ച ഒരു കാര്യമായിട്ടോ മാത്രമല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. തന്റെ തലമുറ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ. ഒരു പക്ഷേ ഇന്നത്തെ തലമുറയുടെ ചിന്താഗതി മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദുരന്തമാണ് സംഭവിച്ചത്. മലയാളികളോട് ഒരുമിച്ച് നിൽക്കാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എന്നാൽ പോലും വയനാടിനു വേണ്ടി, വയനാട്ടുകാർക്കു വേണ്ടി ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം കൈകോർക്കാമെന്ന് എല്ലാ ആളുകളും പറയുന്നു.
വയനാട്ടിലെ ദുരന്തത്തിൽ പകച്ചു നിൽക്കുന്ന ദുരന്തബാധിതരായ കുഞ്ഞുങ്ങളോട് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയാണ് എല്ലാവരും. ഏഷ്യനെറ്റ് ന്യൂസ് ലൈവത്തോണിലായിരുന്നു എല്ലാ ആളുകളുടെയും ശക്തമായ പ്രതികരണവും ഒരുമിച്ച് പിടിക്കലും. കുട്ടികൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. അനുഭവങ്ങളാണ് കരുത്ത്. ഈ കുട്ടികളെ പോലെ അനുഭവം മറ്റാർക്കും ഒരു പക്ഷേ ഉണ്ടാകില്ല. ഈ ദുരന്തം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കണമെന്നും എന്തിനും ഏതിനും നമ്മളൊക്കെ കൂടെ ഉണ്ടെന്നും ബേസിൽ തോമസ്. അങ്ങനെ എല്ലാവരും ഈ ഉരുൾപൊട്ടൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയി ആളുകളെ നേരിൽ കാണുമെന്നും വയനാടിന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത ആരും ഉണ്ടാകില്ല എന്നും അതുകൊണ്ട് തന്നെ അവരെ കൈവിടരുത് എന്നും സിനിമാ താരങ്ങൾ പറഞ്ഞു. രാത്രി ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കുറെ ആളുകൾ വിളിച്ചിരിക്കുന്നു. അപ്പോഴാണ് ദുരന്തം സംഭവിച്ചത് അറിയുന്നത് തന്നെ. കൂടെയുള്ള ആരോ നഷ്ടമായ അവസ്ഥയാണ് ഇപ്പോഴെന്ന് ബേസിൽ ജോസഫ് പറഞ്ഞു. ഈ നാടിന്റെ പുനരുദ്ധാരണത്തിന് കേരളത്തിൽ 3 കോടി ജനങ്ങളുണ്ട്. ഒരാൾ 100 രൂപ ഇട്ടാൽ പോലും വലിയ തുകയാകുമെന്നും ബേസിൽ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര്. KS ചിത്ര പ്രതികരിക്കുന്നു, അഹാന പ്രതികരിക്കുന്നു. ഉരുൾപൊട്ടൽ ദുരന്തം കണ്ടിട്ട് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. നമ്മൾ ആ അവസ്ഥയിലായാൽ എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ല. വയനാടിനെ തിരിച്ചു പിടിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നമ്മളാൽ കഴിയുന്ന ചെറുതോ വലുതോ ആയ സഹായം വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ചെയ്യണം. ഈ ദുരന്തത്തെയും ഒറ്റക്കെട്ടായി നമ്മൾ അതിജീവിക്കുമെന്ന് അങ്ങനെ ഒരുപാട് ആളുകൾ. ആശാ ശരത്തുണ്ട്, അഹാനയുണ്ട്, സണ്ണി വെയിൻ ഉണ്ട്. നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് വയനാട്ടിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ മുഴുവൻ ആളുകളും. അതുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, ഉണ്ണാൻ കഴിയുന്നില്ല. ഒരുപാട് സുഹൃത്തുക്കളുടെ വീട്ടിൽ നമുക്ക് അറിയുന്നവരും അറിയാത്തവരുമായ ആളുകളുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് വയനാടിന്റെ മുറിവുണക്കാൻ. അങ്ങനെ എല്ലാ മേഖലയിലും ആളുകൾ ഒരുമിക്കുകയാണ്. പ്രളയത്തെയും പ്രകൃതി ദുരന്തത്തെയും അതിജീവിച്ച നാടാണ് കേരളം. ഒരു മാരകമായ വൈറസ്, 2 വൈറസുകളെ അതിജീവിച്ച നാടാണ് ഈ കേരളം. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് വയനാടിനായി കൈകോർക്കാമെന്നാണ് നടൻ നോബി മാർക്കോസ് പിന്തുണ അറിയിക്കുന്നത്. ഡു ഫോർ വയനാട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യണം. മതവും ജാതിയും രാഷ്ട്രീയവും മാറ്റിവെച്ച് മലയാളികൾ ആ നാടിനു വേണ്ടി ഒരുമിച്ച് നിൽക്കണം. ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെച്ച് ആ നാടിന്റെ വേദനയിൽ ഒരുമിച്ച് നിൽക്കാൻ സന്നദ്ധരാകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഏതൊക്കെയോ കോണിൽ, ലോകത്തിന്റെ ഏതൊക്കെയോ കോണിലിരുന്ന് ആളുകൾ ഹൃദയം പൊട്ടിക്കരയുന്നു. ഇപ്പോ തമിഴ് നടനാണ് മൻസൂർ അലിഖാൻ. സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവെച്ച ഒരു വീഡിയോ കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും. അദ്ദേഹം അനുശോചനം പങ്കുവച്ചു. ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് പറയുമ്പോൾ മൻസൂർ അലിഖാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ജാതി, മതം, വംശം, അതല്ലെങ്കിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, അവര് താഴ്ന്നവര്, നമ്മൾ ഉയർന്നവര്, സിനിമ, രാഷ്ട്രീയം, കല, അവർക്ക് രാഷ്ട്രീയമുണ്ട്, ഭരണമുണ്ട്, അധികാരമുണ്ട്. അങ്ങനെ ഒന്നും ആരും ഈ സാഹചര്യത്തിൽ വയനാടുകാരോടൊന്നും കാണിക്കാൻ പാടില്ല. ഇവിടെ മനസ്സുലയ്ക്കുന്ന ദുരന്തമാണ് സംഭവിച്ചത്. ഒരു കുടുംബം മുഴുവനും മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. വയനാടിൽ അതിദാരുണമായ ദുരിതം. ഇന്നലെ തന്റെ കുടുംബത്തിലെ 11 ആളുകളെ നഷ്ടപ്പെട്ട സനൂജ എന്ന സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്റെ പച്ചയിറച്ചി അരിഞ്ഞു തിന്നുന്നത്? ആ 11 പേരെ നഷ്ടപ്പെട്ട പെണ്ണൊരുത്തി മാധ്യമങ്ങളോട് എന്താണ് പറയേണ്ടത്? ഇവർക്ക് എന്താണ് ബിസിനസ് ആക്കേണ്ടത്? ചോദിച്ചു പോകുന്നതാണ്. മറ്റൊരു സ്ത്രീ പറയുന്നു, മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എന്നെ കൊണ്ടുപോകരുതേ. നമുക്ക് പറയാം, നമ്മൾ അവരോട് ഒരുപക്ഷെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല അവര്. അതുകൊണ്ട് അവരെ ദയവ് ചെയ്ത് മാധ്യമങ്ങൾ വെറുതെ വിടേണ്ടതാണ്. അപകടത്തിലൊക്കെ മരണാസന്നരായി കിടക്കുന്ന ആളുകളോട് പോയി മയക്കം കൊണ്ട് പോയിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നത് പോലത്തെ ഒരു മാധ്യമ പ്രവർത്തനമുണ്ടല്ലോ. എന്തോ അതൊക്കെ നല്ല മാധ്യമ പ്രവർത്തനമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായിരുന്നാലും ദേശീയ നേതൃത്വം മുഴുവനും ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ദേശീയ ദുരന്തം എന്നൊരു അവസ്ഥ രാജ്യത്ത് നിലവിലില്ലെന്നും UPA ഭരണകാലത്തെ പാർലമെന്റ് വ്യക്തമാക്കിയ ഇക്കാര്യം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ചയും ആവർത്തിക്കുന്നു. ഓരോ ദുരന്തത്തിനും തീവ്രതയ്ക്കനുസരിച്ചിട്ടുള്ള കേന്ദ്ര സഹായം എത്തിക്കും. വയനാട്
ഉരുൾപൊട്ടലിന്റെ 1-ാം ദിനം മുതൽ ഉയർന്ന ആവശ്യമാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നത്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയ മറുപടി അനുസരിച്ച് ഏതെങ്കിലും ദുരന്തത്തെ ദേശീയ ദുരന്തമെന്ന് നിർവചിക്കാൻ വ്യവസ്ഥയില്ല. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട്, കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ട് എന്നിവയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ അനുവദിക്കുന്നില്ല. UPA ഭരണകാലത്ത് ഇക്കാര്യം പാർലമെന്റിൽ വ്യക്തമാക്കിയതാണ്. അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി കൂടിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനാണെന്ന് അത് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മറുപടി അനുസരിച്ച് ഓരോ ദുരന്തത്തിനും അതിന്റെ തീവ്രതയനുസരിച്ച് നൽകേണ്ടുന്ന സഹായം നിശ്ചയിക്കുകയാണ് കേന്ദ്രത്തിന്റെ രീതി. ഇതിനും നിശ്ചിത വ്യവസ്ഥകളില്ല. രക്ഷാദൗത്യത്തിന് കേന്ദ്രസേനയെ അയക്കുകയും ദുരിത ബാധിതർക്ക് അടിയന്തിരമായി സഹായം എത്തിക്കുകയുമാണ് ആദ്യപടി. സംസ്ഥാന സർക്കാരിന്റെ കാര്യശേഷി കൂടി പരിഗണിച്ചിട്ടാണ് ഇതിൽ തീരുമാനമെടുക്കുന്നത്. ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണെന്നും 2013 ലോക്സഭയിൽ നൽകിയ ഉത്തരം വ്യക്തമാക്കുന്നു എന്നും മാധ്യമങ്ങൾ പറയുന്നു. വയനാട് ദുരന്തത്തിന്റെ പിറ്റേന്ന് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വീണ്ടും ലോക്സഭയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ ഇവർക്ക് കൈത്താങ്ങുമായി കേന്ദ്രമുണ്ട്, സംസ്ഥാനമുണ്ട്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, മനുഷ്യ മനസ്സും സന്നദ്ധരായി വയനാടിന്റെ മണ്ണിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ പുതിയ ഒരു ജീവിതത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ ദുരന്തത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുണ്ട്. അവരെ ദത്തെടുക്കാൻ നിരവധി പേർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നും മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാം. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി അഥവാ കാറയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഈ സൈറ്റിൽ കയറിയാൽ സംസ്ഥാനം തിരിച്ച്, ജില്ല തിരിച്ച് അഡോപ്ഷൻ ഏജൻസികളുണ്ട്. കേരളത്തിൽ 14 അഡോപ്ഷൻ ഏജൻസികളാണുള്ളത്. തിരുവനന്തപുരത്തുള്ള ദമ്പതികളാണെങ്കിൽ കാറയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തെ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസും അംഗീകൃത ദത്തെടുക്കൽ കേന്ദ്രവും രജിസ്റ്റർ ചെയ്ത ആളുകളെ ഒന്ന് ഹോം സ്റ്റഡി നടത്തും. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശാരീരിക, മാനസിക, വൈകാരിക സ്ഥിരതയുള്ളവരും സാമ്പത്തികമായി കഴിവുള്ളവരും ജീവന് ഭീഷണിയാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവരുമായിരിക്കണം. ദമ്പതികളുടെ കാര്യത്തിൽ ഇരുവരുടെയും സമ്മതം വേണം. ഇനി അച്ഛന്റെയും അമ്മയുടെയും വയസ്സ് കൂട്ടുമ്പോൾ അത് 85-ൽ താഴെ വയസ്സുള്ളവരായിരിക്കണം. അവർക്ക് 2 വയസ്സുവരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുക്കാം. അതായത് ഇന്ന് ജനിക്കുന്നത് മുതൽ 2 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളെ. അച്ഛന്റെയും അമ്മയുടെയും പ്രായം കൂട്ടുമ്പോൾ 85-നും 90-നും ഇടയിലാണെങ്കിൽ 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുക്കാം. 90 വയസ്സിനും 100 വയസ്സിനും ഇടയ്ക്കാണെങ്കിൽ 4 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളെയും 100-നും 110-നും ഇടയ്ക്കാണെങ്കിൽ, എങ്ങനെ ഭാര്യയുടെയും ഭർത്താവിന്റെയും വയസ്സ് കൂട്ടി കിട്ടുമ്പോൾ 8 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ദത്തെടുക്കാം. 55 വയസ്സിന് മുകളിലുള്ളവർക്ക് ദത്തെടുക്കൽ സാധ്യമല്ല. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ താല്പര്യം കൂടി അറിയണം. ഇവർക്ക് നേരത്തെ മക്കളുണ്ടെങ്കിലും സിംഗിൾ പേരൻസ്, അതായത് ഒരു സ്ത്രീക്ക് മാത്രമാണെങ്കിൽ ഏത് ജെൻഡറിലുള്ള കുഞ്ഞുങ്ങളെയും ദത്തെടുക്കാം. പുരുഷനാണെങ്കിൽ ആൺകുട്ടിയെ മാത്രമേ ദത്തെടുക്കാൻ പറ്റൂ. 25 വയസ്സ് പൂർത്തിയായ സ്ത്രീക്കോ പുരുഷനോ ദത്തെടുക്കാം. കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള പ്രായ വ്യത്യാസം 25 വയസ്സായിരിക്കണം എന്ന ഒരു നിബന്ധനയുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 3 വർഷം ഇപ്പോൾ വെയിറ്റിംഗ് പീരീഡ്സ് ഉണ്ട്. 3 വർഷത്തിന് ശേഷമായിരിക്കും അവർക്ക് സാധാരണയായി കുഞ്ഞിനെ ലഭ്യമാകുന്നത്. കേരളത്തിൽ ദത്തെടുക്കുന്നവരുടെ വാർഷിക വരുമാനം 2.5 ലക്ഷത്തിൽ കുറയരുത്. ഓരോ സംസ്ഥാനത്തെയും പരിധി വ്യത്യസ്തമാണ്. ഇനി വയനാട്ടിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് പ്രായോഗിക തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ ക്യാമ്പുകളിലും ആശുപത്രികളിലുമുള്ള കുട്ടികൾ പൂർണ്ണമായും അനാഥരാണോ? അവർക്ക് എവിടെയെങ്കിലും അടുത്തതോ അകന്നതോ ആയ ബന്ധുക്കളുണ്ടോ? ഇതെല്ലാം പരിശോധിച്ച് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ പുനരധിവാസം സാധ്യമാകൂ. എന്നിട്ടേ ദത്തെടുക്കൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയും. സാധാരണഗതിയിൽ ദത്തെടുക്കൽ നടപടി ഈ പറഞ്ഞതുപോലെ തന്നെയാണ്.
ഇനി വയനാടിന്റെ സ്ഥിതിവിശേഷം പ്രത്യേക കേസായി പരിഗണിക്കുമോ, അതിനനുസരിച്ച് നിയമങ്ങൾ മാറുമോ എന്നത് എന്തായിരുന്നാലും ബന്ധപ്പെട്ട ആളുകൾ അറിയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാ പറഞ്ഞത്, വയനാടിനെ പിടിച്ചു കയറ്റാൻ എല്ലാ രൂപത്തിലും ഇന്ന് കേരളം മാത്രമല്ല സകല ജനങ്ങളും സജ്ജരാണ്. ദുരന്തം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന മാധ്യമപ്രവർത്തകരോട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഒരു വലിയ ആവശ്യമുണ്ട്. ഏതൊരു ദുരന്തത്തിലും എന്താണ് സംഭവിച്ചത് എന്ന് ദയവായി അറിഞ്ഞിട്ടു മാത്രമേ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യാവൂ. കാരണം ജനങ്ങള് അതറിയാൻ കാത്തിരിക്കുന്നുണ്ട്. ഒന്ന്, കുട്ടികളോട് ചോദിക്കരുത്. അതാണ് ഷിരൂരില് മണ്ണിൽ അടിയില് ലോറിയിൽ കുടുങ്ങിപ്പോയ അർജുന്റെ മകനെ കൊണ്ട് ഒരു യൂട്യൂബർ അഭിപ്രായം പ്രകടിപ്പിച്ചതിനെതിരെ കേസ് ഉണ്ടായിരുന്നല്ലോ. അവരെല്ലാം തകർന്നു നിൽക്കുന്നവർ. അവരിൽ നിന്നും എന്താണ് ഇനി നിങ്ങൾക്ക് ബിസിനസ്സിനായിട്ട് അറിയേണ്ടത്? നമുക്ക് വ്യൂവർഷിപ്പ് കൂടുന്നതിന് വേണ്ടിയാണല്ലോ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് വാർത്ത ചെയ്യുന്നത്. കുട്ടികളോട് ചോദിക്കരുത് എന്നാണ് മന്ത്രി പറയുന്നത്. മുതിർന്നവരാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഈ ദുരന്തത്തിന്റെ ആഘാതമുണ്ടല്ലോ, വളരെ വലുതാണ്. ഭാവിയിൽ അവരൊരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിനും ഈ ആവർത്തനങ്ങൾ കാരണമായേക്കും. ഇത് മന്ത്രി പറയാതെ തന്നെ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മുടെ യുക്തിപൂർവം പ്രവർത്തിക്കേണ്ടുന്ന സംഗതികളാണ്. വയനാട് ദുരന്തത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അഭിനന്ദനാർഹമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും എന്നാൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്നും ഇത് തന്റെ അഭ്യർത്ഥനയാണെന്നുമാണ് മന്ത്രി വീണ ജോർജ് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ കുറിച്ചത്. ഏതൊരു ദുരന്തത്തിലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഒഴിവാക്കണം. കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ അവര് വേറെ ഒരു മാനസികാവസ്ഥയിലാണ്. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അടഞ്ഞ കൂട്ടുകാരെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ അവരുടെ തകർന്ന സ്കൂളിനെ കുറിച്ചോ ഒക്കെ കുട്ടികളെ കൊണ്ടോ മുതിർന്നവരെ കൊണ്ടോ പറയിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വേദനയാണ്. ഇനി അവർ സന്നദ്ധരായി മുന്നോട്ട് വരുന്നു എങ്കിലൊക്കെ കുഞ്ഞുങ്ങളുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെയോ രക്ഷകർത്താക്കളുടെയോ അനുവാദത്തോടെ ഇത് ചെയ്തോളാമെന്നാണ് മന്ത്രി പറയുന്നത്. ഈ വ്യക്തിയുടെ ഈ ബന്ധു മരിച്ചു എന്ന രീതിയിൽ ദുരന്തത്തിന് ഇരയായ ആളുകളെ കുറിച്ച് പറയരുത്. ചിലപ്പോൾ അവരത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. ഇങ്ങനെ അറിയുന്നത് അവരെ കൂടുതൽ സങ്കീർണതകളിലേക്ക് നീക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ പരസ്പരം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാണ്. മാധ്യമപ്രവർത്തകർ കുറച്ചു വകതിരിവ് കാണിക്കണ്ടേ? അവരോട് ഇത് പറയേണ്ടുന്ന കാര്യമുണ്ടോ? ഇനിയും ഈ ഉരുൾപൊട്ടൽ മേഖലകളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ മാനുഷിക വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട്. ഇനിയും ദുരന്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അലേർട്ട് കിട്ടിയതിനനുസരിച്ച് ഒരുപാട് ആളുകൾ ടെന്റുകളിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ അത്യാവശ്യ സാധനങ്ങൾ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി വീടുകളിലേക്ക് വരുമ്പോൾ വീടിന്റെ പിന്നാമ്പുറം കുത്തി തുറന്ന് ആ വീട്ടിലുള്ള സകലതും മോഷണം പോയിരിക്കുന്നു. എന്താല്ലേ മനുഷ്യൻ ഇങ്ങനെ? ഇലനക്കി നായുടെ ചിറിനക്കി നായെന്ന് പറഞ്ഞേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ അതും കാണുവാണ്. അപ്പോൾ ടെന്റിലേക്ക് മാറിയ ആളുകൾ അനുഭവിക്കുന്ന ദുരിതം ഇതാണ്. ഇപ്പോഴിതാ ഈ മേഖലയിൽ ഉദ്യോഗസ്ഥരാണ് എന്ന രൂപത്തിൽ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അടച്ചിട്ടിരിക്കുന്ന വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്നതാണ് തട്ടിപ്പുകാർ. പ്രധാനമായും അവർ ആ മേഖലയിലാണ്. ആളുതാമസം ഇല്ലെന്ന് കരുതി കഴിഞ്ഞ ദിവസം രാത്രി വെള്ളരിമല വില്ലേജ് ഓഫീസിന് സമീപത്തെ വീട്ടില് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. വീട്ടുകാർ വന്ന് തുറന്നപ്പോൾ അപരിചിതരായി 2 പേരെ കണ്ടു. എന്താണ് മാറി താമസിക്കാത്തത് എന്ന് ചോദിക്കാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞവർ തടിയൂരി. വില്ലേജ് ഓഫീസിലെ ജീവനക്കാരെല്ലാം വീട്ടുകാർക്ക് പരിചയമുള്ളവരാണ്. ഈ സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ചൂരൽമല ബെയിലി പാലത്തിന് സമീപമുള്ള ഇബ്രാഹിമിന്റെ വീട് കുത്തി തുറന്ന് മോഷണം നടന്നത്. രേഖകളും കുറച്ച് പണവും നഷ്ടപ്പെട്ടു. മേപ്പാടി പോലീസിൽ പരാതിയും നൽകിയവർ ദുരന്ത സ്ഥലത്ത് നിന്ന് ലഭിച്ച ആഭരണങ്ങളും
വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകളും സിവിൽ സ്റ്റേഷനിലോ കൺട്രോൾ റൂമിലോ ഏൽപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ അറിയിക്കുന്നുണ്ട്. സന്നദ്ധ സേവകർക്ക് രജിസ്ട്രേഷനും നിർബന്ധമാക്കി. രാവിലെ 6:30 മുതലാണ് ചൂരൽമല കൺട്രോൾ റൂമിന് സമീപം രജിസ്ട്രേഷൻ കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്തത്തിന് ഇരയായവരുടെ വീടുകളിലോ പ്രദേശത്തോ രാത്രിയിൽ അതിക്രമിച്ച് കടക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും. ഇവിടങ്ങളിലെ വീടുകളിലോ പ്രദേശങ്ങളിലോ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിലോ അല്ലാതെയോ പോലീസിന്റെ അനുവാദമില്ലാതെ രാത്രികാലങ്ങളിൽ ആരും പ്രവേശിക്കരുത് എന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട് ഇങ്ങനെയാണ്. ഒരാള് അപകടത്തിൽപ്പെട്ട് മരണാസന്നനായി കിടക്കുന്ന സമയത്തും അവരുടെ ഫോണും പേഴ്സും ബാഗും അവരുടെ പണവുമൊക്കെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ഈ ദുരന്തത്തിന് ഇരയായ ആളുകൾക്ക് ഇതിനിടയിൽ അവരുടെ വിഷമത്തിൽ പങ്കുചേർന്ന് അവർക്ക് ധനസഹായവുമായി ചിരഞ്ജീവിയും രാംചരണും ചേരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇതിനകത്ത് ചേർന്ന് നിൽക്കുന്നത്. ഞങ്ങളുടെ ആരോ ആണ് മരിച്ചത് എന്ന രൂപത്തിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോ മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളിലെ വിവരശേഖരണം തുടങ്ങി. 1721 വീടുകളാണ് ഈ മേഖലയിലുള്ളത്. ഇവിടെ 4833 പേരുണ്ടായിരുന്നു എന്നാണ് കണക്ക്. 10ാം വാർഡായ അട്ടമലയിൽ 601 കുടുംബങ്ങളിലായി 1424 പേരും 11ാം വാർഡായ മുണ്ടക്കയിൽ 451 കുടുംബങ്ങളിലെ 1247 പേരും 12ാം വാർഡായ ചൂരൽമലയില് 671 കുടുംബങ്ങളിൽ 2162 പേരുമാണ് താമസിച്ചിരുന്നത്. മേഖലയിൽ നിന്നും കാണാതായ ആളുകളെ കുറിച്ചിട്ടുള്ള വിവരശേഖരണം, പട്ടിക തയ്യാറാക്കൽ, ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനം, നാശനഷ്ടങ്ങളുടെ കണക്ക് തയ്യാറാക്കൽ, കൗൺസിലർമാരുടെയും മാലിന്യ പ്രവർത്തകരുടെയും ഏകോപനം തുടങ്ങിയ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പ്രശ്നബാധിത മേഖലയിലെ ക്യാമ്പുകളുടെ പ്രവർത്തനത്തിന് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജീവനക്കാരും ജനപ്രതിനിധികളും രംഗത്തുണ്ട്. ത്രിതല പഞ്ചായത്ത് ജീവനക്കാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. ക്യാമ്പുകളുടെ പ്രവർത്തനത്തിലും മൃതദേഹങ്ങളുടെ സംസ്കരണത്തിലും തദ്ദേശ വകുപ്പാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ക്യാമ്പുകളുടെ വിശദ വിവരങ്ങൾ ജില്ലാതല കൺട്രോൾ റൂമിൽ ലഭ്യമാക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ മേഖലയിലെ ആളുകളെ മാറ്റി താമസിപ്പിച്ച 17 ക്യാമ്പുകളിലും 24 മണിക്കൂർ കൗൺസിലിംഗ് സേവനം നൽകുന്നുണ്ട്. അവരെ മാനസികമായി അധൈര്യപ്പെട്ടുപോയി, അവര് മാനസികമായി തകർന്നുപോയി. ഇന്നലെ വരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച കളിച്ച ഉറ്റവരും ഉടയവരും ഒക്കെ ഇന്നിപ്പോഴിതാ ഇല്ലാതായിരിക്കുന്നു. അവരാണ് അവരുടെ മരണവാർത്തയിൽ, അതല്ലെങ്കിൽ അവര് മുഖാമുഖം കാണുന്നു അവര് മരിക്കുന്നത്. ആ ഒരു അവസരത്തില് കൃത്യമായ രൂപത്തിലുള്ള കൗൺസിലിങ്ങുകൾ ഇവർക്ക് അനിവാര്യമാണ്, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. നിരവധി ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്ത് കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയുന്നു. ഇതൊഴിച്ചാൽ തകർച്ച വലിയ രീതിയിലുള്ളതാണ് എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിലങ്ങാട് ഉരുൾപൊട്ടിയ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു, വയനാടിന്റെ ഭീകരമായ ദുരന്തത്തിനിടയിൽ വിലങ്ങാട് സംഭവിച്ച ആഘാതത്തിന്റെ വ്യാപ്തി വേണ്ട രൂപത്തിൽ പുറത്തു വന്നിട്ടില്ല. മാത്യു മാസ്റ്ററുടെ ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി കെട്ടിടങ്ങളും വീടുകളും കടകളും റോഡുകളും കലുങ്കുകളും പാലങ്ങളും കൃഷിയിടവും ഒക്കെ നഷ്ടപ്പെട്ടു. കോഴിക്കോട് ജില്ലാ കളക്ടർ ഓരോ വകുപ്പുമായും ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെ വിശദമായ റിപ്പോർട്ടുകൾ സമാഹരിക്കുന്നുണ്ട്. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ സ്ഥലം MP, MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ എന്നിവരുമായി യോഗം ചേർന്ന് ആളുകളുടെ പുനരധിവാസ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്ന് അറിയിച്ചു. വിലങ്ങാട് ഏറ്റവും ഫലവത്തായ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരുടെ പുനരധിവാസം തീരുമാനിക്കുന്നതിന് മുമ്പ് ക്യാമ്പിൽ കഴിയുന്നവരുടെ അഭിപ്രായം അറിയണം. അത് പരമപ്രധാനമാണെന്നും അവരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രമേ പുനരധിവാസം എങ്ങനെ, എവിടെ വേണം എന്നൊക്കെ തീരുമാനിക്കൂ എന്നുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വിലങ്ങാട് ടൗണ്, ഉരുട്ടി പാലം, മരണപ്പെട്ട കുളത്തിങ്കൽ മാത്യു മാസ്റ്ററുടെ വീട്, മഞ്ഞച്ചീളി,
പാലൂര് എന്നിവിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘം ഞായറാഴ്ച രാവിലെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ MP, MLA എന്നിവരുടെ പക്കൽ പുനരധിവാസത്തിന് സഹായ വാഗ്ദാനം ലഭിച്ചിട്ടുള്ളതായി മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വാഗ്ദാനമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു ഏകജാലക സമ്പ്രദായത്തിലൂടെ ഏകോപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമത്രേ. സർട്ടിഫിക്കറ്റുകൾ അടക്കം പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി സ്പെഷ്യൽ അദാലത്ത് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ക്യാമ്പിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ വേണ്ട സൗകര്യങ്ങൾ അടിയന്തിരമായി ചെയ്യും. ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിക്കും. ഓൺലൈൻ പഠനം ഏർപ്പെടുത്തണമെങ്കിൽ അത് ചെയ്യും. ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ നോഡൽ ഓഫീസറെ നിയമിക്കും. വിലങ്ങാട് സാധ്യമായ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്യുമെന്നും ദുരന്തത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലുമാണ് കാണുന്നതെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. വിലങ്ങാടിന് വേണ്ടത് പ്രത്യേക പാക്കേജ് ആണെന്നും ഇക്കാര്യം മന്ത്രിക്ക് ബോധ്യപ്പെട്ടതായും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. വയനാട് കോളനിയിലേക്കുള്ള പാലം തകർന്ന വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ഉൾപ്പെട്ടതാണ് എന്ന് EK വിജയൻ MLA ചൂണ്ടിക്കാണിച്ചു. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ചെയ്യപ്പെടാത്തതുമായ ഒരുപാട് ഇടങ്ങളിൽ ഇതുപോലെ ദുരന്തം നടന്നിട്ടുണ്ട്. ഈ ദുരന്തങ്ങളില് ചിലതൊക്കെ വൈറൽ വാർത്തകളായിട്ടുണ്ട്, ചിലതൊന്നും വാർത്തകളായിട്ടില്ല. എന്തായിരുന്നാലും ശരി, പലയിടങ്ങളിലും വലിയ രൂപത്തിലുള്ള ആളപായങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടതെല്ലാം കൃത്യമായ രൂപത്തിൽ ചെയ്യുമെന്ന് സർക്കാർ അറിയിക്കുന്നു. വളരെ നല്ലത്. ഈ രൂപത്തിൽ ഒരു ദുരന്തത്തെ നമ്മുടെ നാട് എങ്ങനെയാണ് കാണുന്നതെന്നും ഈ ദുരന്തത്തിൽപ്പെട്ട സഹോദരങ്ങളെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും ആവശ്യമായിട്ടുള്ളത്, അത് കൊടുക്കാൻ ചിലപ്പോൾ 1 കോടി രൂപയായിരിക്കും വേണ്ടത്, അതും കൊടുക്കാൻ ചിലപ്പോൾ 100 വീടുകളായിരിക്കും വേണ്ടത്, അതും കൊടുക്കാൻ ചിലപ്പോൾ ഇവർക്ക് ടെന്റുകളിൽ ചില സൗകര്യങ്ങളായിരിക്കും വേണ്ടത്, അതും കൊടുക്കാൻ വലിയ ഒരു ജനവിഭാഗം മുന്നിൽ വന്നത് തന്നെ കേരളത്തിൽ മനുഷ്യർ ജീവിച്ചിരിക്കുന്നു. മനുഷ്യ മനസാക്ഷി മരവിക്കാത്ത ജനങ്ങൾ ജീവിച്ചിരിക്കുന്നു. 100 തലമുറയ്ക്ക് വേണ്ടത് അധ്വാനിച്ചു കൂട്ടിവെക്കുക എന്നതല്ല ലക്ഷ്യമെന്നറിയുന്നു. ഈ സാഹചര്യത്തിൽ മാനസിക രോഗിയാണോ അല്ലേ എന്ന് കൃത്യമല്ല. ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഓടി നടക്കുന്നുണ്ട്. മുമ്പും ഇതുപോലെ പ്രളയം നടന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വല്ലാതെ വൈറലായിരുന്നു. നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നതൊക്കെ നമുക്ക് ഉപകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നു ഇതൊക്കെ നമുക്ക് ഉപകരിക്കുമെന്ന്. കുറെ പണമുണ്ടാക്കി, കുറെ വസ്തുവകകൾ ഉണ്ടാക്കി, കുറെ സ്വർണമുണ്ടാക്കി, കുറെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി, ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഒരു പക്ഷേ നാളെ നമുക്ക്, നമ്മുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്കൊക്കെ ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഒരു വലിയ വെള്ളം വന്ന്, ഒരു മഹാമാരി വന്ന്, ഒരു പകർച്ചവ്യാധി വന്ന് ഇതൊക്കെ അങ്ങ് കൊണ്ടുപോകാൻ നിമിഷങ്ങൾ മതി. നിമിഷ നേരം കൊണ്ട് ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാം. കൊറോണ വന്നപ്പോൾ കോടിക്കണക്കിന് പണമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഒരു വാഹനം അവർക്ക് വേണ്ടുന്ന അവശ്യ സാധനങ്ങളുമായി വന്നു നിന്നപ്പോൾ ഓടിക്കൊണ്ട് വന്നു നിന്ന് കരഞ്ഞു പറയുന്നു, നിങ്ങള് എനിക്കൊരു ബ്രഷ് തരുമോ, ഞാൻ പല്ല് തേച്ചിട്ട് 3 ദിവസമായി. ജിബിൻ എന്താ വേണ്ടത്? നിനക്കെന്താ വേണ്ടത്? നിനക്കെന്താടാ എവിടെങ്കിലും ചൊറിയുന്നോ? പോയേ മുള്ളുമുരുക്കി കയറിട്ട് കൈ പിടിച്ചല്ലേ. ഇതുപോലെയുള്ളതിന്റെ ഒക്കെ തലകളായിരുന്നു തെറിക്കേണ്ടിയിരുന്നത്. അയ്യോ, ആരെ സഹിച്ചാലും ഇതിനെയൊന്നും പറ്റുന്നില്ല. ആ മനുഷ്യന്റെ വാക്കുകൾ കേൾക്കാം. സമയമില്ല, ആർക്കും സമയമില്ല, ഒന്നിനും സമയമില്ല. എല്ലാരും തിരക്കില, പൈസ ഉണ്ടാക്കണ തിരക്ക്. പൈസ ഇങ്ങനെ അട്ടിയാക്കി വെച്ചിട്ട് കെട്ടിപ്പൂട്ടി ഇതുപോലത്തെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് വെച്ചോ കേട്ടോ.
ആ കെട്ടുകിട് പൊട്ടിയാലേ വെള്ളം കിട് വരും, വെള്ളത്തിന്റെ മരണപ്പാച്ചിലിങ്ങട് വരും. ആ പാച്ചിലെല്ലാം നശിക്കണോ? നീ നശിക്കും, നിന്റെ കുടുംബക്കാരും നശിക്കും, നാട്ടുകാരും നശിക്കും. നീ ഇതുവരെ ഉണ്ടാക്കി വെച്ച നിന്റെ സകലമായ സ്വത്തുക്കളും ആ വെള്ളത്തിന്റെ അടിയിൽ ചളിയിൽ അമരണോ? ചളിയിൽ അമരും. അതിന് മുന്നേ തടയാൻ നോക്ക്, എന്തെങ്കിലും ഒന്ന് ചെയ്യ. മുസ്ലിമും മരിക്കും, ഹിന്ദുവും മരിക്കും, ക്രിസ്ത്യാനിയും മരിക്കും, പാവപ്പെട്ടവനും മരിക്കും, പൈസക്കാരനും മരിക്കും. പോയി തടയണോ? ഇല്ലെങ്കിലേ ഒരു ദിവസം വെള്ളത്തിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ പൊങ്ങി കിടക്കും, ചത്ത് മലച്ച് കിടക്കണ കാണാ. പോയി തടയണോ? സമയമില്ല, ഒന്നിനും സമയമില്ലായിരിക്കും. ഒക്കെ ഒരു ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നറിയില്ല, ഏതെങ്കിലും നാടകത്തിന്റെയോ ഷോർട്ട് ഫിലിമിന്റെയോ ഭാഗമാണോ എന്നറിയില്ല. ഇത് ഒരു മാനസിക രോഗിയായ മനുഷ്യൻ പറഞ്ഞു എന്ന രൂപത്തിലാണ് ഇത് പ്രചരിക്കുന്നത്. എന്തായിരുന്നാലും നമ്മൾ അധ്വാനിക്കുന്നു, ഒരു വയറിനു വേണ്ടിയല്ല നമ്മൾ അധ്വാനിക്കുന്നത്, 1 9 വയറിനു വേണ്ടി മാത്രമല്ല നമ്മൾ അധ്വാനിക്കുന്നത്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. പണ്ട് വയറ് നിറയ്ക്കാൻ വേണ്ടി ഓടിയിരുന്നു നമ്മൾ. നമ്മൾ ഇന്ന് വയറ് കുറയ്ക്കാൻ വേണ്ടി ഓടുവാണ്. അന്ന് ഒരു ചെറിയ വീടായിരുന്നു, ആ വീട്ടിനകത്ത് നിറയെ ആളുണ്ടായിരുന്നു. നമ്പര ചുംബികളായ കൊട്ടാരങ്ങൾ, അതിനകത്ത് താമസിക്കാൻ ആളില്ല, 1 2 3 ആളുകൾ മാത്രം. അന്ന് 1 കിലോ അരി ഇട്ട് വെച്ചാൽ കലം നിറയെ ചോറ്, കിട്ടുന്നത് തുച്ഛമായ ശമ്പളം. പക്ഷേ ഇത്രയും കടങ്ങളില്ല, ബാധ്യതകളില്ല, അടവുകളില്ല, ആഡംബരങ്ങളില്ല. ഉള്ളതിൽ സംതൃപ്തമായി നമ്മൾ ജീവിച്ചു പോയി. ഇന്നോ ലക്ഷക്കണക്കിന് പണമുണ്ടെങ്കിലും എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ശരി, മനുഷ്യന് തൃപ്തി വരുന്നില്ല. മുഹമ്മദ് അൻസിൽ ഒരു കാര്യം ചെയ്യും, ഉമ്മ മതിൽ ഓടിയിട്ടുണ്ട്, മതിൽ ചാടി ഓടിയിട്ടുണ്ട്, പോയി ഉമ്മയെ പിടിച്ചിട്ട് വച്ചല്ലേ. ഉമ്മയെ പിടിച്ചുകൊണ്ടെന്ന് ആദ്യം വീട്ടിൽ നിർത്താം, അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. ഇങ്ങനെ മനുഷ്യൻ ഒരുപാട് പണം ഉണ്ടാക്കുന്നു. ഒരു പക്ഷേ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ. ഇപ്പൊ ഈ ദുരിതാശ്വാസത്തിലേക്ക് ഒരുപാട് പണം കൊടുക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, ഞാൻ അത് കൊടുക്കാം ഇത് കൊടുക്കാം. അവരുടെ കുടുംബത്തിൽ തന്നെ എത്രയോ രോഗികൾ ഉണ്ടാകും, തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാകില്ല. ഈ സാഹചര്യത്തിൽ എന്ത് കൊടുത്താലും വാർത്തയാകും, മാധ്യമങ്ങൾ ഇത് കൊണ്ടുപിടിച്ചു കൊണ്ടു നടക്കും. അതാണ് പലരും എന്ത് ചെയ്താലും അവർക്കത് വാർത്തയാകണം, 4 പേരറിയണം. 5 പൈസ കൊടുത്താൽ 10 പേരറിയണം. ആ ഒരു ആശയം പേര് നടക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെയും മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ നല്ല ഉദ്ദേശത്തിൽ പബ്ലിസിറ്റി കൊടുക്കുന്നവരുമുണ്ട്. കാരണം ഞാനിത് കൊടുത്താൽ ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ അവർക്കും കൊടുക്കാനൊരു ടെൻഡൻസി ഉണ്ടെങ്കിലോ, ഞാൻ കൊടുക്കുന്നത് കണ്ടെങ്കിലും മറ്റുള്ളവർ കൂടി കൊടുത്തോട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആദ്യം നമ്മുടെ കുടുംബത്തിലുള്ള അത്താഴ പട്ടിണിക്കാരെ, നമ്മുടെ കുടുംബത്തിലുള്ള കടബാധിതരെ, വേദനിക്കുന്നവരെ, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വല്ലാതെ വേദനിക്കുന്ന ആളുകളെ നമുക്ക് മാത്രമല്ലേ അറിയൂ. അവർക്കൊരിക്കലും പുറത്തു നിന്നൊരു സഹായം കിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിൽ സഹായം എത്തിക്കാൻ ആദ്യം നമ്മൾ ശ്രമിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് എന്തു വന്നാലും അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. മറ്റവർക്ക് കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് കൊടുക്കണം. പക്ഷേ കുടുംബത്തിലുള്ള ആളുകളെ കൂടി നമ്മൾ കാണേണ്ടതുപോലെ കാണണം. അതാണ് ഉള്ളതുപോലെ. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, തടി കൊണ്ടാണോ നമുക്ക് സഹായിക്കാൻ കഴിയുന്നത്? അത് ചെയ്യുക. ഒരാശ്വാസ വാക്കാണോ നമുക്ക് പറയാൻ കഴിയുന്നത്? അത് പറയുക. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമോ? എന്തായിരുന്നാലും അതൊക്കെ നമുക്ക് ചെയ്യണം. നമ്മളിപ്പോ കണ്ടില്ലേ ഊട്ടുപുര, ദുരന്ത മേഖലയിൽ സ്ഥിതി ചെയ്ത ഒരു ഊട്ടുപുര. അവിടെ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക.
ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ആരെങ്കിലും അവരോട് ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരണമെന്ന്? അല്ല, ചിന്തിക്കുവാണ്. അതുപോലെയാണ് ഒരു മരണം സംഭവിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയുള്ള ആളുകൾ ഓടി വരും. പണ്ടൊക്കെ വഴി ശരിയായിരിക്കില്ല, ആ സമയത്ത് വഴി ശരിയാക്കും. പെട്ടെന്ന് വയറു വലിച്ച് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ പെട്ടെന്ന് ആ മരണ വീട്ടിലേക്ക് എത്താനുള്ള വെട്ടം ശരിയാക്കും. കുറച്ച് കസേരകൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിടും. അങ്ങനെ എല്ലാ രൂപത്തിലും ആ വീട് മറ്റുള്ളവർക്ക് വന്ന് നിൽക്കാനും ഇരിക്കാനും സഹായിക്കാനും സഹകരിക്കാനും ഒക്കെയുള്ള സംവിധാനമാക്കി മാറ്റും. അതുപോലെയാണ് ഇവിടെയും ഊട്ടുപുര എന്ന രൂപത്തില് കുറച്ച് സന്നദ്ധരായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യത്തിൽ അവർക്ക് ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, വർഗമോ ഹലാലോ ഹിജാബ് ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഈ ദുരന്ത ബാധിതരായ ആളുകൾ നമ്മുടെ സഹോദരങ്ങളാണ്. സഹോദരങ്ങളാകാൻ ഉമ്മയുടെ വയറ്റിൽ തന്നെ ജനിക്കണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഉമ്മമാരുടെ വയറ്റിൽ ജനിച്ചാലും മതി, നമ്മുടെ സഹോദരങ്ങളാകും. അപ്പൊ അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ എത്തിക്കാൻ സന്നദ്ധരായി രംഗത്ത് വരുന്നു. ഇപ്പോ ഈ മേഖലയില് രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കാൻ യൂത്ത് ലീഗ് നടത്തി വന്ന ഊട്ടുപുരയാണ് പൂട്ടിച്ചത്. ഈ സംഭവത്തിൽ ശക്തമായ വിമർശനവുമായി ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതാവായ PK കുഞ്ഞാലിക്കുട്ടി അടക്കം. ദുരന്ത ഭൂമിയിൽ സർക്കാർ എന്ത് മഹത്തായ തീരുമാനമാണ് നടപ്പിലാക്കിയത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. രക്ഷാപ്രവർത്തകർക്ക് ഇന്ന് കാലാവധി കഴിഞ്ഞ ഭക്ഷണമാണ് കിട്ടിയത് എന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രക്ഷാപ്രവർത്തകർക്ക് കാലാവധി കഴിഞ്ഞ ഭക്ഷണം ആര് നൽകി, എപ്പോൾ നൽകി, എന്തിനു നൽകി, ഇതൊക്കെ പരിശോധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അധികം പേർക്കും ഇന്ന് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പോലും വാർത്ത വന്നു എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് കൃത്യമായി ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നത് ഡിസാസ്റ്റർ റെസ്ക്യൂ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ അജണ്ടകളിൽ ഒന്നാണ്. അതിന് കുറ്റമറ്റ സംവിധാനം ഉണ്ടായിരുന്നോ? ഇല്ല എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്തകൾ പറയുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. സർക്കാർ സംവിധാനത്തെ മാത്രം കാത്തു നിന്നിരുന്നെങ്കിൽ ഭക്ഷണം കിട്ടാതെ തളർന്നു വീഴുന്ന രക്ഷാപ്രവർത്തകർ മറ്റൊരു ദുരന്തമാകുമായിരുന്നു എന്ന് അദ്ദേഹം പ്രതികരിച്ചു. മഹാദുരന്തത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ പട്ടാളവും പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒരു സോഷ്യൽ ആർമിയായി രാവും പകലും ഊണും ഉറക്കവും വിശ്രമവും ഇല്ലാതെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ സാഹചര്യത്തിൽ അവർക്ക് 3 നേരം ഭക്ഷണം കൊടുക്കുക എന്ന ദൗത്യം ഭംഗിയായി നിർവഹിച്ച ആളുകളെയാണ് ഇന്നിപ്പോൾ 6ാം ദിവസം എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ഊട്ടുപുര തന്നെ പൂട്ടിച്ചത്. യൂത്ത് ലീഗിന്റെ ഊട്ടുപുര പൂട്ടിച്ചതിലൂടെ ദുരന്ത ഭൂമിയിൽ സർക്കാർ എന്ത് മഹത്തായ തീരുമാനമാണ് നടപ്പിലാക്കിയത് എന്ന് എല്ലാവരും ചോദിക്കുന്നു. ഹൈജീനായ ഭക്ഷണമല്ല എന്ന് പറഞ്ഞാണ് പൂട്ടിച്ചത് അത്രേ. ഇന്ന് നൽകിയ ഭക്ഷണത്തിന് 3 ദിവസത്തെയെങ്കിലും പഴക്കമുണ്ട് എന്നാണ് കേട്ടത്. അപ്പോ എന്താണ് ന്യായമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ദുരന്ത ഭൂമിയിൽ സർവ്വതും നഷ്ടപ്പെട്ടു മടങ്ങുമ്പോൾ എല്ലാം സമർപ്പിക്കാനും ഒരു പറ്റം ആളുകൾ എതിർഭാഗത്തുണ്ട്. ആരുടെയും കയ്യടിയോ പൂമാലയോ പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷേ നന്ദികേട് കാണിക്കുന്നത് ഒരു കുറ്റം തന്നെയാണ് എന്നും ഒരുമിച്ച് നിന്ന് ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണെന്നുമാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അദ്ദേഹം മാത്രമല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോ അവിടെ ദുരന്തത്തിൽ അകപ്പെടുന്ന ആളുകൾ, അവർക്ക് ആദ്യമായി വേണ്ടത് ആ ദുരന്ത ഭൂമിയിൽ നിന്നും അവരെ ഒന്ന് മാറ്റണം. അവർക്ക് തൽക്കാലത്തേക്ക് താമസിക്കാൻ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണം. അത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് ഭക്ഷണമാണ്. പിന്നീട് അവർക്ക് അവരുടെ നഗ്നത മറയ്ക്കാൻ ആ തണുപ്പിൽ നിന്നും അഭയം തേടുന്നതിന് വേണ്ടി അവർക്ക് പുതപ്പ് വേണം. ഒരു നേരത്തെ ഭക്ഷണം കഴിഞ്ഞാൽ അവർക്ക് അതിന് വേണ്ടുന്ന മരുന്നും സംവിധാനങ്ങളും ഒക്കെ സ്ഥിരമായി കഴിക്കുന്നവരുണ്ടാകും, അത് വേണം. അങ്ങനെ എന്തിനേറെ പറയുന്നു, ഇവർക്ക് വേണ്ടുന്ന സോപ്പും പേസ്റ്റും അവർക്ക് വേണ്ടുന്ന പാഡുകൾ അടക്കം എത്തിക്കാൻ ഒരുപാട് ആളുകൾ തല പുകഞ്ഞാലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്തതാണ്. അപ്പോ ജനങ്ങൾ ചിന്തിക്കുന്നു, ഇവർക്ക് ഇനി എന്താണ് ആവശ്യമായിട്ടുള്ളത്? ശരി, ഇവർക്ക് കഴിക്കാൻ പാത്രം വേണം, കുടിക്കാൻ ഗ്ലാസ് വേണം. 1000 എണ്ണം, കുറച്ച് കൂടുതൽ വന്നാലും കുറവ് വരരുത്.
അങ്ങനെ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഇനിയും ഇവര് ഈ ദുരന്തത്തെ അതിജീവിച്ച് ശേഷിക്കുന്ന ആളുകൾ ജീവനോടെ ആരോഗ്യത്തോടെ തിരിച്ചു വന്നാൽ അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ഭൂമി അടക്കം ഇന്നിവിടെ റെഡിയാണ്. നല്ലവരായ മനുഷ്യന്റെ നല്ല മനസ്സുകൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ സാഹചര്യത്തില് കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളും ഏറെയുണ്ട്. ഈ സമയത്തും മുലപ്പാല് ചോദിച്ചു വരുന്ന ആളുകളുമുണ്ട്. അവരുടെ വീട്ടിൽ കയറി സന്നദ്ധ പ്രവർത്തകർ മുലപ്പാല് കൊടുത്തു എന്നാണ് കേട്ടത്. നല്ലത്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ കാണാം. നന്ദി. ദിനേശിന് എന്താടാ വേണ്ടത്? ദിനേശിന് എന്താണ് പ്രശ്നം? ദിനേശൻ പോയോ? ഇന്നത്തെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പോകുക? വലിയ വലിയ ജീപ്പുകള് മോഡിഫിക്കേഷൻ ചെയ്തപ്പോൾ വലിയ പ്രശ്നമായിരുന്നു ഇവിടെ. വെഹിക്കിൾ ഇൻസ്പെക്ടർമാര് അതേപോലെയുള്ള വാഹനങ്ങളിലല്ലേ ഇന്ന് എല്ലാവരും ജനങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അതുപോലെയുള്ള വാഹനങ്ങൾ ഇറക്കി യുവാക്കൾ ഇറങ്ങി ഒരുപാട് ജനങ്ങളെ, ഇപ്പൊ നമ്മുടെ പ്രജീഷ് ആദ്യം പോയി ഒരു പറ്റം ജനങ്ങളെ ഇൻവേർട്ടർ പോലെ ബൊലേറോ പോലെ ഒരു വണ്ടിയാ, പഴയ വണ്ടിയാ, അതിനകത്ത് കൊണ്ടുവന്നു. രണ്ടാമതും പോയി, അപ്പോഴും കൊണ്ടുവന്നു. ഒരു പറ്റം ആളുകളെ കയറ്റി മുകളിലും താഴെയും ഒക്കെ ആയിട്ട്. മൂന്നാമത് പോയപ്പോൾ ആളുകൾ പറഞ്ഞു പോകല്ലേ. ആ പോക്ക് അവസാനത്തെ പോക്കായിരുന്നു. പിന്നീട് അവൻ മടങ്ങി വന്നില്ല. സ്വന്തം ജീവനാണ് അവർ സമർപ്പിക്കുന്നത് സഹജീവികൾക്ക് വേണ്ടി. നന്ദി. ഇവന്മാർക്കൊന്നും മറുപടി കൊടുക്കാൻ പറ്റില്ല. പോട്ടെ.